ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പലരും ഇന്നലത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് T20 മത്സരത്തിൻ്റെ ഇടയിൽ കാണാൻ വിട്ടുപോയത് അല്ലെങ്കിൽ അറിയാത്ത ഒരു സംഭവമുണ്ട്. ഇന്നലെ അണ്ടർ-19 വേൾഡ് കപ്പ് ഫൈനലായിരുന്നു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. അപ്പോൾ ഞാനും ഇന്നലെ ഗ്രാമങ്ങളും പൂരത്തിന് പോയിക്കായിരുന്നു ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിന്നലെ 2020 ഇന്ത്യ ഇംഗ്ലണ്ടും കണ്ടില്ല. പിന്നെ അണ്ടർ-19 വേൾഡ് കപ്പിൻ്റെ കേസും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സെമി ഫൈനലിനെ കുറിച്ചിട്ട് അണ്ടർ-19 ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ഫൈനലിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ന്യൂസൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ രാത്രി വീട്ടിൽ ഒരു 12-1 മണി കണ്ട് അതിൻ്റെ എത്താൻ. അപ്പോൾ ഞാൻ എത്തിയ നേരത്തെ ജസ്റ്റ് ഞാൻ ഈ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ചെയ്യുന്ന ഫോണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഒന്ന് ചാർജ് ചെയ്തിട്ട് നെറ്റൊക്കെ ഓണാക്കി നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്. ഇതെന്താ അഭിഷേക് ശർമ്മ 100 എന്ന് കളിയില്ല. നോക്കിയപ്പോൾ ഇന്ത്യ 150 റൺസിന് ജയിച്ചു. ഇന്ത്യ 232 സ്കോർ ചെയ്തു. ഇംഗ്ലണ്ട് 100 റൺസിന് താഴെ ഓളൗട്ടായി എന്നുള്ള ഇതൊക്കെ കണ്ടു. ഞാൻ എപ്പോഴും ഹൈലൈറ്റ്സ് കണ്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഷോപ്പിലെത്തിയിട്ട് നോക്കുന്ന സമയത്ത് പേപ്പറിൽ കൊടുത്തേക്കാണ് ഇന്ത്യയുടെ കൗമാരച്ചിരി അണ്ടർ-19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ. ഒന്നൊരു പറയട്ടാ. ഇന്ത്യയുടെ കൗമാരച്ചിരി അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ജേതാക്കൾ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. അതാണ് മെയിൻ ട്ടാ. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ദക്ഷിണാഫ്രിക്കനെ തോൽപ്പിച്ചിട്ട് അല്ല ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചത്. അതേപോലെ തന്നെ അണ്ടർ-19 ദക്ഷിണാഫ്രിക്ക തോറ്റേക്കാണ്. മലയാളത്തിൻ്റെ അഭിമാനം അണ്ടർ-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പുമായി കേരളത്തിൻ്റെ VJ ജോഷിത സഹകളിക്കാർക്കൊപ്പം. അപ്പോൾ ക്യാപ്റ്റൻ്റെ പേര് VJ ജോഷിത എന്നാണ്. ആയിരിക്കും കേട്ടോ. അണ്ടർ-19 ക്യാപ്റ്റൻ്റെ പേര് പോലും അറിയില്ല. തൃഷ ലോകകപ്പിലെ താരം. ഞാൻ ആ ന്യൂസ് വായിച്ചുതരാം. അണ്ടർ-19 വനിതകളുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നിലനിർത്തി. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യ തന്നെയാണ് എടുത്തേക്കുന്നത്. മലയാളികളായ VJ ജോഷിത ഉൾപ്പെട്ട ടീം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. 7 കളിയും ജയിച്ചാണ് തുടർച്ചയായി 2ാം തവണയും ലോക കിരീടം ഉയർത്തിയത്. 52 പന്ത് ശേഷിക്കെയാണ് വിജയം. അപ്പോൾ അടിപൊളി വിജയം തന്നെ കേട്ടോ. സ്കോർ ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 82, ഇന്ത്യ 11.2 ഓവറിൽ 84-1. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യൻ സ്പിന്നർമാർ തളച്ചു. 9 വിക്കറ്റും സ്പിന്നർമാർക്കാണ്. 23 റണ്ണെടുത്ത മൈക്വാൻ വൂസ്റ്റാണ് ദക്ഷിണാഫ്രിക്കൻ നിരയിലെ ഉയർന്ന സ്കോറുകാരി. ലോകകപ്പിലെ താരമായ തൃഷ 3 വിക്കറ്റ് എടുത്തു. വൈഷ്ണവി ശർമ്മ, ആയുഷി ശുക്ല, പരുനുക സിസോദിയ എന്നിവർക്ക് 2 വിക്കറ്റ് വീതമുണ്ട്. അതാണ് വിക്കറ്റുകളുടെ കണക്ക്. പേസർ ഷബ്നം ഷക്കീൽ ഒരു വിക്കറ്റ് സ്വന്തമാക്കി. വിജയത്തിലേക്ക് അനായാസമായാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത്. ഓൾറൗണ്ട് മികവിൽ തൃഷ 33 പന്തിൽ 44 റൺസുമായി പുറത്താകാൻ നിന്നു. 26 റൺസുമായി സനിക ചൽക്കെ വിജയത്തിൽ കൂട്ടായി. 8 റൺസ് എടുത്ത ഓപ്പണർ കമാലിന് ഒരു വിക്കറ്റാണ് നഷ്ടമായത്. ഇനിയൊരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. വയനാടൻ കുന്നിൽ ലോകകപ്പ് തിളക്കം. അത് എഴുതിയേക്കണത് വികാസ് കാളിയത്ത് കൽപ്പറ്റ. വയനാട്ടിലെ കൽപ്പറ്റയിലെന്ന് ഉള്ള ആരെങ്കിലും ടീമിലുണ്ടാവും കേട്ടോ. നോക്കാം നമുക്ക്. ലോകകപ്പ് നേട്ടത്തിൽ കേരളത്തിനും അഭിമാനിക്കാം. കൗമാരത്തിളക്കത്തിൽ ഒരു മലയാളി ഉണ്ട് ടീമിൽ. വയനാട് കൽപ്പറ്റ സ്വദേശി VJ ജോഷിത. അപ്പോൾ ഈ VJ ജോഷിത എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് കപ്പും പിടിച്ചിരിക്കുന്നത്. ചേച്ചിയല്ല, അണ്ടർ-19 എന്ന് പറയുമ്പോൾ അനിയത്തി കുട്ടി കപ്പും പിടിച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്നു കേട്ടോ. ലോകകപ്പിൽ 6 കളികളിൽ 6 വിക്കറ്റാണ് ഈ വലങ്കയ്യർ പേസ് ബൗളറുടെ സമ്പാദ്യം. വലങ്കയ്യെന്നും പറയട്ടോ. ഞാൻ ഈ കയ്യെന്ന് പറഞ്ഞപ്പോൾ ആണെന്ന് ഉള്ള രീതിക്ക് വന്നേട്ടാ. ഇതിൽ എഴുതിയേക്കണം അങ്ങനെയാണ്. ലോകകപ്പിൽ 6 കളിയിൽ 6 വിക്കറ്റാണ് ഈ വലംകയ്യൻ പേസ് ബോളറുടെ സമ്പാദ്യം. ഫൈനലിൽ 2 ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 ഓവറിൽ 5 റൺ വഴങ്ങി 2 വിക്കറ്റ് നേടി. മലേഷ്യയ്ക്കും ബംഗ്ലാദേശിനുമെതിരെ ഓരോ വിക്കറ്റും, ശ്രീലങ്കയ്ക്കെതിരെ 2 വിക്കറ്റ് നേട്ടം. സെമിയിലും ഫൈനലിലും നന്നായി പന്തെറിഞ്ഞെങ്കിലും വിക്കറ്റ് എടുത്തില്ല. സെമിയും ഫൈനലും കൂടാണ്ട് 6 വിക്കറ്റ് മുന്നെടുത്തിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള കൃഷ്ണഗിരിയിലുള്ള വയനാട് ക്രിക്കറ്റ് അക്കാദമിയിലൂടെയാണ് താരോദയം. കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ടീമിലും അംഗമായി. ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ ഏഷ്യ കപ്പ് ടീമിലുണ്ടായിരുന്നു. വനിതാ ക്രിക്കറ്റ് ലീഗിനുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിലെ അംഗമാണ്.
കൽപ്പറ്റ ഗ്രാമത്തുവയൽ ജോഷിയുടെയും ശ്രീജയുടെയും മകളാണ് 18കാരി. ബത്തേരി സെൻറ് മേരീസ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി. കോളേജിൽ 1ാം വർഷം, ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കും. കഴിഞ്ഞ തവണ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ മലയാളിയായ CMC നജ്ല പകരക്കാരിയായി ടീമിലുണ്ടായിരുന്നു. സ്പോർട്സ് പേജിലെ കുറച്ച് കാര്യം കൂടി വായിക്കേണ്ട. കൂടാരം നിറയെ നക്ഷത്രം എന്നുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വനിതകളുടെ കിരീട നേട്ടം ആധികാരിക പ്രകടനത്തോടെ കളിച്ച 7 കളിയും ജയിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഹെഡിങ് ഉണ്ട്, സന്തോഷത്തിൻ്റെ ബൗണ്ടറി കടന്ന കുടുംബം. അത് ആ കൽപ്പറ്റത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം കണ്ടതിൽ അമ്മയും മോളും നിൽക്കുന്ന ഫോട്ടോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വയനാട് കൽപ്പറ്റ ഗ്രാമത്ത് വയലിലെ വീട്ടിൽ ജോഷിതയുടെ അമ്മ ശ്രീജയും സഹോദരി ജോഷ്നയും ഇന്ത്യൻ വിജയം ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ ടീമിൽ ഇടുന്ന കുട്ടിയില്ലേ, ആ കുട്ടിയുടെ അനിയത്തിയും അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല, ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ലോകകപ്പ് ഫൈനലിൽ VJ ജോഷിതയുടെ കളി ടെലിവിഷനിൽ കണ്ട സന്തോഷത്തിലാണ് കുടുംബം. വയനാട് കൽപ്പറ്റ ഗ്രാമത്ത് വയലിലെ, ഈ ഗ്രാമത്ത് വയൽ എന്ന് പറയുന്നത് ഗോദ എന്നുള്ള സിനിമയിൽ കുറേ കേട്ട പോലെ ഓർമ്മയുണ്ട്, ആ സ്ഥലം തന്നെയാണ് അത്, ഒന്നും പറയാം. വയനാട് കൽപ്പറ്റ ഗ്രാമത്ത് വയലിലെ വീട്ടിൽ അമ്മ ശ്രീജയും സഹോദരി ജോഷ്നയുമാണ് ഉണ്ടായിരുന്നത്. തൊഴിലാളിയായ അച്ഛൻ ജോഷി ജോലി സംബന്ധമായി പുറത്തായിരുന്നു. ദക്ഷിണാഫ്രിക്കയെ ചെറിയ സ്കോറിനെ ഒതുക്കിയപ്പോൾ തന്നെ വിജയപ്രതീക്ഷയിലായിരുന്നു കുടുംബം. വിജയ നിമിഷം പിറന്നതോടെ ജോഷിതയെ വിളിച്ച് ശ്രീജ ആഹ്ലാദം പങ്കിട്ടു. മോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം കണ്ടെത്തിയത് തന്നെ വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴിതാ ലോകകപ്പും, ഇതിൽ കൂടുതൽ എന്തു വേണം? കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും കൃഷ്ണഗിരി അക്കാദമിയോടും പരിശീലകരോടുമെല്ലാം നന്ദി, ശ്രീജ പറഞ്ഞു. ജോഷിതയുടെ നേട്ടത്തിൽ സന്തോഷത്തേക്കാൾ അഭിമാനമാണെന്ന് സഹോദരി ജോഷ്ന പറഞ്ഞു. എന്നേക്കാൾ ഇളയതാണെങ്കിലും അവളെല്ലാം കൂളായി കാണും. ഇന്ത്യൻ സീനിയർ ടീമിലും അവൾക്ക് കളിക്കാൻ കഴിയട്ടെ, സഹോദരി പറഞ്ഞു. ഇനി ജോഷിതയുടെ അതായത് ഇന്ത്യൻ ടീമിലെന്ന കുട്ടിയുടെ ഒരു ലൈൻ പോലെ റൗണ്ടിൽ എഴുതി വായിക്കട്ടെ. ലോകകപ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ട്. അഭിമാനത്തോടെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. എല്ലാവർക്കും നന്ദി, VJ ജോഷിത. 7 കളിയിലെ 309 റൺസും 7 വിക്കറ്റ് കൊടുത്ത തൃഷയാണ് താരം. ലോകകപ്പിലെ താരമായി തിളങ്ങിയത് ഗോംഗടി തൃഷ. ഫൈനലിൽ പ്ലെയർ ഓഫ് മാച്ചായ 19കാരി പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി. റണ്ണടിയിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ നേട്ടം. 7 കളികളിൽ നേടിയത് 309 റണ്ണ്. ഈ സ്പിൻ ബോളർക്ക് 7 വിക്കറ്റുമുണ്ട്. ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ കളിക്കാരിയാണ്. സ്കോട്ട്ലൻഡിനെതിരെ 110 റൺസുമായി പുറത്താകാതെ നിന്നു. തെലങ്കാനയിലെ ഭദ്രാചലത്തു നിന്നാണ് ഓൾറൗണ്ടറുകളുടെ വരവ്. കഴിഞ്ഞ തവണ ലോകകപ്പ് നേടിയ ടീമിലും അംഗമായിരുന്നു. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചപ്പോൾ 24 റൺസുമായി ടോപ്പ് സ്കോററായി. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മിതാലി രാജിനെ ആരാധിക്കുന്ന കളിക്കാരിയെ ഇന്നത്തെ രൂപത്തിൽ ഒരുക്കിയതിൽ അച്ഛൻ രാമി റെഡ്ഡിക്കുള്ള പങ്ക് നിസ്തുലമാണ്. ജിം ട്രെയിനറായിരുന്ന രാമി റെഡ്ഡി മകളെ 7ാം വയസ്സിൽ സെക്കന്ദരാബാദിലെ സെൻറ്റ് ജോൺസ് ക്രിക്കറ്റ് അക്കാദമിയിലാക്കി. നല്ല കാര്യമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതേപോലെ ഇന്ത്യൻ ടീമിലൊക്കെ മക്കൾ വരണമെങ്കിൽ ഓരോരുത്തരും അതിൻ്റേതായ രീതിയിൽ ചെറുപ്പം മുതൽ തന്നെ ചെയ്യണം. അക്കാദമിയിലെ പരിശീലനം ഫലം കണ്ടു. വൈകാതെ ഹൈദരാബാദ് ടീമിലെത്തി. തുടർന്ന് അണ്ടർ-19 ദേശീയ ടീമിലും സ്ഥിരം സാന്നിധ്യമായി. പിന്നെ 6 കളിയിൽ നിന്ന് 17 വിക്കറ്റ് എടുത്ത ബോളർമാരിലെ വൈഷ്ണവി മലേഷ്യക്കെതിരെ ഹാട്രിക് നേടിയിരുന്നു. ഇവരൊക്കെയാണ് മെയിൻ ആൾക്കാർ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം അണ്ടർ-19 കപ്പ് നേടിയതിൽ. നമ്മൾ ഈ ഇന്ത്യൻ ടീമിലെ മെൻസിൻ്റെ ക്രിക്കറ്റിൽ വിട്ടുപോണ കാര്യമാണ് ഈ അതായത് ലേഡീസിൻ്റെ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ഓരോ കളിയും കാര്യങ്ങളൊക്കെ. ഒരുപാട് സന്തോഷം. ഇനിയും നല്ല രീതിയിൽ അവർക്ക് കളിച്ച് വലിയ വലിയ കപ്പും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റട്ടെ. പലരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ. കാരണം അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യ നേടിയിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് മോശമല്ലേ. ഓക്കെ, ബായ്. കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരാം.